ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പുട്ടുണ്ടാക്കാനായിട്ട് പോവാണ്. എന്തായാലും നമുക്ക് നോക്കാം. വായോ ഗായ്സ്. ഹലോ മക്കളമാരെ, വാ നമുക്ക് പുട്ടുണ്ടാക്കാം. ഞാനേ പുട്ടുപൊടി നല്ലപോലെ നനയ്ക്കട്ടെ. നനച്ച് നല്ലപോലെ തപ്പി പൊത്തി വെക്കണം. വെച്ചിട്ട് നമുക്ക് തേങ്ങ ചിരണ്ടി നല്ലപോലെ പുട്ടുകുറ്റിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് പുട്ടുകുറ്റിക്കകത്താക്കി നമുക്ക് വേകട്ടെ. കടലയുണ്ട്, കടലക്കറിയുണ്ട്. നമുക്ക് എന്നിട്ട് പാൽപ്പൊടി കൊണ്ട് ചായയും വെച്ച് നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാം കേട്ടോ. ഓക്കെ, തേങ്ങ പൊട്ടിക്കാൻ പോകണേ. ഓക്കെ, തേങ്ങ കഴന്നു പോയി. ഓക്കെ, തേങ്ങ പൊട്ടിച്ചു. ഓക്കെ. അയ്യോ, ഈ തേങ്ങ കൊള്ളത്തില്ല, കഴന്നു പോയി. നമുക്ക് വേറെ തേങ്ങ പൊട്ടിക്കാവേ. ഹലോ, ആദ്യം പൊട്ടിച്ച തേങ്ങ കേടാണ്. രണ്ടാമത്തെ തേങ്ങ പൊട്ടിക്കാൻ പോവാണ്. തേങ്ങ എല്ലാം ഉണങ്ങിപ്പോകുന്നല്ലേ. ഓക്കെ, സൂപ്പർ തേങ്ങ. ഇച്ചിരി തേങ്ങ ഇടുവാണേ. പിന്നെ പൊടി വാരിയിടണേ. പുട്ടുപൊടി വാരിയിടണം. ഒരു പകുതി ആകുമ്പോൾ അതിനകത്ത് ഇച്ചിരി തേങ്ങ വാരിയിടണം. അത് കഴിഞ്ഞ് ശകലം കഴിയുമ്പോൾ ഇച്ചിരി വാരിയിടണം. എന്നിട്ട് നേരെ അടുപ്പിലേക്കൊന്ന് വയ്ക്കണം. ഇനി അത് വേട്ടെ വെച്ചെടുക്കാൻ പോവാണേ. എടുത്ത് കുത്തി അടിപൊളി പുട്ട്. വെള്ളത്തിനോടല്ല, അവിടെ അരി ഇട്ടിട്ടേ. പകുതി ഇടം വെച്ചിട്ട് ശകലം തേങ്ങ ഇടണം. എന്നിട്ട് ബാക്കിയുടെ വാരി വെച്ചിട്ട് കടലക്കറി ഉണ്ട്, കടലക്കറിയും കുട്ടി ഇങ്ങോട്ട് ഇടിച്ചാൽ മതി. ഞാനും എൻ്റെ പാത്രവും മാത്രമേ ഉള്ളേ. അതുകൊണ്ട് ശകലം കടലക്കറി എടുത്ത് ചൂടാക്കുവാണേ. നിങ്ങൾ രണ്ടുപേരുമല്ലേ ഉള്ളൂ, വേണ്ടി ഇത്രയും മതി. ഇത് തന്നെ ധാരാളം. നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ.